നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദുബായിലെ അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ട് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളമായി മാറും. വരാനിരിക്കുന്ന ഈ എയർപോർട്ടിനെ കുറിച്ച് അറിയേണ്ട ചില കാര്യങ്ങൾ പരിശോധിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം നിർമ്മിക്കാൻ ദുബായ് പദ്ധതിയിടുന്നു. ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അടുത്തിടെ നടത്തിയ പ്രഖ്യാപനമനുസരിച്ച് അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ഒരു പുതിയ ടെർമിനലിൻ്റെ നിർമ്മാണം അവർ അടുത്തിടെ ആരംഭിച്ചു. പ്ലാൻ പ്രകാരം ആരംഭിച്ച അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പുതിയ ടെർമിനലുകളുടെ പുതിയ രൂപരേഖയ്ക്ക് സർക്കാർ അംഗീകാരം കൊടുത്തു കഴിഞ്ഞു. ഇത് ഒരു പുതിയ തുറമുഖം, നഗരകേന്ദ്രം, ആഗോള കേന്ദ്രം തന്നെ ആയിത്തീരും. 128 ബില്യൺ ദിർഹം, ഏകദേശം 34.85 ബില്യൺ ഡോളർ അല്ലെങ്കിൽ 2.9 ലക്ഷം കോടി രൂപ ചെലവ് കണക്കാക്കുന്ന ഒരു വലിയ പദ്ധതിയാണിത്. ദുബായ് വേൾഡ് സെൻട്രൽ എന്നറിയപ്പെടുന്ന അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ട് 2010 ജൂണിൽ പ്രവർത്തനം ആരംഭിക്കുകയും 2013 ഒക്ടോബറിൽ യാത്രക്കാർക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തിരുന്നു. ജബൽ അലിയിൽ നിർമ്മിച്ച ഒരു വിമാനത്താവള നഗരം 54 സ്ക്വയർ മൈൽസ് വ്യാപിച്ചു കിടക്കുന്ന ദുബായ് വേൾഡ് സെൻട്രലിൻ്റെ പ്രധാന സൗകര്യമായാണ് വിമാനത്താവളം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2010 ജൂലൈയിൽ നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം ആരംഭിച്ചു. 2013 വിമാനത്താവളം തുറന്നു. 2014 ഡിസൈൻ പ്ലാൻ അംഗീകരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ വിമാനത്താവളം. വിപുലീകരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ 120 ദശലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ പ്രതീക്ഷിക്കുന്നു. കൂടാതെ 100 ഡബിൾ ഡെക്കർ എയർബസ് A380 ജെറ്റുകളും വിമാനത്തിൻ്റെ പരമാവധി ശേഷി 160 ദശലക്ഷം മുതൽ 260 ദശലക്ഷം യാത്രക്കാർ വരെ ആകാം. 12 ദശലക്ഷം ടൺ ചരക്കുകളും ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2018 മാറ്റിവെച്ച വിപുലീകരണ പദ്ധതികൾ. അടുത്തിടെ രൂപകൽപ്പന ചെയ്ത പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകി. കണക്കാക്കിയ ചെലവ് 128 ബില്യൺ ദിർഹമാണ്. മധ്യ ദുബായിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായാണ് അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. വലിയ തോതിലുള്ള നഗരവികസന പദ്ധതിയായ ദുബായ് വേൾഡ് സെൻട്രൽ പരിധിയിലാണ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഭാവിയിൽ 5 റൺവേകളോടെ പ്രതിവർഷം 160 ദശലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദുബായ് മുൻ ഭരണാധികാരി മക്തൂം ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ പേരിലാണ് വിമാനത്താവളത്തിൻ്റെ പേര് നൽകിയിരിക്കുന്നത്. നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന കൃത്രിമ സമുച്ചയമായ ദുബായ് വേൾഡ് സെൻട്രൽ പദ്ധതിയുടെ ഭാഗമാണിത്. ദുബായിയുടെ ലോജിസ്റ്റിക്സ് കേന്ദ്രമായി വർത്തിക്കുന്ന 6 റൺവേകളുള്ള ഒരു വലിയ വിമാനത്താവളമാക്കാനാണ് പദ്ധതി. ചരിത്രത്തിലെ ഏറ്റവും വലിയ നിർമ്മാണമായിരിക്കും ഇത്. ഈ വിപുലീകരണ പദ്ധതി കൈകാര്യം ചെയ്യുന്നത് ദുബായ് ഏവിയേഷൻ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റുകളാണ്. അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ടിന് 5 റൺവേകൾക്ക് പ്രതിവർഷം 1 ദശലക്ഷത്തിലധികം ഫ്ലൈറ്റ് മൂവ്മെൻറ്റ്സ് കൈകാര്യം ചെയ്യാൻ സാധിക്കും. വിമാനത്താവളത്തിലെ വാർഷിക കാർഗോ കപ്പാസിറ്റി ലോകത്തിലെ തന്നെ ഏറ്റവും വലുതായിരിക്കും. ഏകദേശം 1,50,00,000 ടൺ ശേഷി ഉണ്ടാകും. പ്രതിവർഷം 300 ദശലക്ഷം യാത്രക്കാർക്ക് ദുബായ് വേൾഡ് സെൻട്രൽ വഴി സഞ്ചരിക്കാനാകും. എയർപോർട്ടിന് 65 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. അതായത് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ 5 മടങ്ങ് വരും. അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ട് വരുന്നതോടുകൂടി ആഗോള വ്യോമയാന വ്യവസായത്തിന് ഒരു സുപ്രധാന പുരോഗതി കൈവരിക്കാൻ കഴിയും. വർഷങ്ങൾക്കുള്ളിൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളമായി തീരും. അതിനാൽ വിമാനയാത്ര, വ്യാപാരം, വാണിജ്യം എന്നിവയുടെ നിർണായക കേന്ദ്രമായി ഇത് പ്രവർത്തിക്കും. സാമ്പത്തിക വളർച്ച, ടൂറിസം, കണക്ടിവിറ്റി എന്നിവയ്ക്ക് ഇതൊരു പ്രധാന പങ്ക് വഹിക്കുന്നു. ദുബായിലെ സാമ്പത്തിക വളർച്ചയുടെ ആക്കം കൂട്ടുന്ന ഒരു പ്രധാന മാർഗമായിരിക്കും ഈ എയർപോർട്ട്. ഇത് ദുബായിയുടെ GDP വർദ്ധിപ്പിക്കുകയും വിവിധ മേഖലകളിൽ വിവിധ തൊഴിലവസരങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. വിമാനത്താവളം ഒരു വലിയ വ്യാപാര ലോജിസ്റ്റിക്സ് ഹബ്ബാണ്. ലോകോത്തര കാർഗോ സൗകര്യങ്ങളാണ് ഉള്ളത്. അതായത് ആഗോള വിതരണ ശൃംഖലയിൽ ഒരു സുപ്രധാന കണ്ണിയായി പ്രവർത്തിക്കാൻ അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് കഴിയും. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ദുബായ്. അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ സമീപകാല നിർമ്മാണമാണ് ഇതിന് കൂടുതൽ കരുത്തു പകരുന്നത്. എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കാൻ കഴിയും. അതുവഴി ദുബായിലെ ഹോട്ടലുകൾ, ഷിപ്പിംഗ് മാളുകൾ, വിനോദവേദികൾ എന്നിവയിലേക്ക് സൗകര്യപ്രദമായ പ്രവേശനം നൽകുകയും ചെയ്യുന്നു. കൂടാതെ ഹോസ്പിറ്റാലിറ്റി മേഖലയിലും വരുമാനം സൃഷ്ടിക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഇതൊരു പ്രധാന കാരണമായി തീരും. ഈ വിമാനത്താവളം പുതിയ റോഡുകൾ, ഹൈവേകൾ, യൂട്ടിലിറ്റികൾ, റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റികൾ എന്നിവയുടെ വികസനത്തിന് വഴിയൊരുക്കും. കൂടാതെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും നഗര വിപുലീകരണത്തിനും ഉത്തേജനം നൽകുകയും ചെയ്യും.